ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഇഷ്ടമാത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രചനയും രചനയുടെ കൂട്ടുകാരത്തെയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുമി. അങ്ങനെ സുമിയോട് സങ്കടപ്പെട്ട കുറേ കാര്യങ്ങൾ വാതിലടച്ചിട്ടാണ് ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ മഹേഷിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് വേണ്ട വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആകാശ് പറയുന്നത് മഹേഷ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, മഹേഷിന് ഇനി ജീവൻ നിലനിൽക്കില്ല എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെ ആകാശ് ഐസിൽ പോയി കണ്ടൊന്നുമില്ലല്ലോ. പക്ഷേ അവിടുത്തെ വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയാവുന്നത് ഞാനാണ്. എന്നിട്ട് എന്തായി സുമി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിൻ്റെ ജീവൻ ഇപ്പോൾ ക്രിറ്റിക്കലായിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ സ്റ്റേജും കഴിയും തോറും ക്രിറ്റിക്കലായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണെന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ ചങ്കത്തിടിച്ച് ഇങ്ങനെ കാര്യമാണ്, ദൈവമേ മഹേഷിൻ്റെ ആപത്തും വരുത്തല്ലേ ദൈവമേ, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാനൊരു കാര്യം പറയാം രചന, നമ്മൾ ഇഷിതയെ കൊല്ലാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. പക്ഷെ അതിൽ കയറിയത് മഹേഷാണ്. രണ്ടും ജീവൻ തന്നെയാണ്. ഇഷിതയ്ക്ക് സംഭവിക്കേണ്ടത് മഹേഷിന് സംഭവിച്ചു, അത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് അതെല്ലാം ആലോചിക്കുമ്പോൾ അതെല്ലാം ചെയ്യണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുകയാണ് സുമി. എന്തിനു ഞാനിങ്ങനെ ഒരു മഹാപാപം ചെയ്തു ദൈവമേ, ഒരു വീട്ടിലെ വണ്ടി എല്ലാവരും മാറി മാറി ഓടിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചില്ലല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നുന്നു സുമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ സങ്കടപ്പെടേണ്ട. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം, ആകാശ് ഇപ്പോഴും വലിയ സന്തോഷത്തിലാണ്, മഹേഷ് തട്ടിപ്പോകും എന്നൊറ്റ വിശ്വാസത്തിൽ തന്നെയാണ് ആകാശം നിൽക്കുന്നത്. പിന്നെ നിന്റെ മകൻ വളർന്നു വരുന്നുമുണ്ട്. നിന്റെ മകൻ ഇപ്പോഴും അറിയാം നീയും ആകാശം തമ്മിലുള്ള ബന്ധം അവിഹിത ബന്ധമാണെന്ന്. എന്താ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അവിഹിത ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അതെല്ലാം സഹിച്ചു ക്ഷമിച്ചു നിൽക്കുകയാണ്, നിന്നെ ആലോചിച്ചുകൊണ്ട് മാത്രം. നീ തുടരുന്നത് അവിഹിതം തന്നെയാണ്. അതോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഏതൊക്കെ പറഞ്ഞാലും ശരി, ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ വേറൊരു ബന്ധത്തിൽ പോകുമ്പോൾ അതിനെ അവിഹിതം എന്ന് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ ഈ സുമി ഈ രചനയെ ഭയങ്കരമായിട്ട് പ്രലോഭിക്കാൻ വേണ്ടി കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം രചന, യാതൊരു കാരണവശാലും മഹേഷ് മരിക്കുമെങ്കിൽ മരിക്കും, അതൊക്കെ ജീവിത സാഹചര്യമാണ്. അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ ജീവൻ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ ആകാശിന് നിന്നെയും നിന്റെ മകനെയും ഞാൻ വിട്ടുകൊടുക്കില്ല, അയാൾ ഇനി നിന്റെ ജീവിതം വെച്ചൊന്നും താറുമാറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നും ഈ സുമി എന്തൊക്കെയോ മനസ്സിലെ ഉദ്ദേശങ്ങൾ വെച്ചാണ് രചനയോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഇറങ്ങി വരുന്നത്, ഇച്ചിരി വെള്ളം കുടിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. പക്ഷെ ആ സമയത്തും പെട്ടെന്നൊരു കരച്ചിൽ കേൾക്കുകയാണ് അപ്പോൾ ഡോറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ദേമേ മമ്മിയാണല്ലോ കരയുന്നത്, എന്തിനാ മമ്മി കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ രചന സുമിയോട് പറയുകയാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ ഇപ്പം തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ രാത്രി എന്തിനാണ് രചന നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? ഐസിയിൽ കയറി കാണാനായിട്ട് സമ്മതിക്കുകയില്ല. പിന്നെ നാളെ രാവിലെ പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്ന രംഗങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ആദിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. അപ്പം അങ്ങനെ ആദിയെ മാറി നിൽക്കുക. അപ്പോഴാണ് രചന വാതിലും തുറന്ന് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് ആദിയെ കാണുകയാണ്. അപ്പം ആദിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്കൊരു സംശയം. പക്ഷേ ആ സംശയങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ കണ്ണീരെല്ലാം ഇങ്ങനെ തുടച്ച് നേരെ ആദിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്താ മോനെ ആദി, നിനക്ക് വെള്ളം വേണോ? ഞാൻ വെള്ളം എടുത്തു തരാം. മമ്മി എന്തിനാ കരഞ്ഞത് എന്ന് ചോദിക്കണം. കരയാനോ? ഞാൻ എന്തിനാ കരയുന്നത്? നിനക്ക് തോന്നിയതായിരിക്കും, ഞാൻ കരഞ്ഞില്ലല്ലോ. ഒരു കാരണമില്ലാതെ എനിക്ക് കരയേണ്ട കാര്യമില്ലല്ലോ മോനെ. ഞാൻ കേട്ടു മമ്മി റൂമിൽ നിന്ന് കരയുന്നത് പോലെ എനിക്ക് തോന്നി. അത് നിനക്ക് തോന്നിയതാ മോനെ, നീ അതൊന്നും ചിന്തിക്കണ്ട, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് രചന അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്ക് രചനയെ പിടിച്ചു നിർത്തിക്കുകയാണ്. ഇല്ല മമ്മി എന്നോട് കള്ളം പറയുകയാണ്. മമ്മി കരഞ്ഞു, അതെന്തിനാണെന്ന് എനിക്കറിയണം. മമ്മിയുടെ മുഖം നന്നിട്ട് വീർത്തിരിക്കുന്നുണ്ട്. എന്തിനാ മമ്മി കരഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സുമി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ സുമി ചോദിക്കുകയാണ്, എന്താ രചന, എന്താ ഇവൻ ചോദിക്കുന്നത്? മോനെ ആദി, നീ എന്താ അമ്മയെ ചോദ്യം ചെയ്യുന്നത്? എന്താ അറിയേണ്ടത്? എന്താന്ന് വെച്ചാൽ എന്നോട് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞാലല്ലേ ഞാൻ അറിയുള്ളൂ. നിങ്ങളുള്ള സംശയം ഞാൻ തീർത്തു തരാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രചനയാണെങ്കിൽ അതെ സുമി, ഇവൻ പറയുക ഞാൻ റൂമിൽ നിന്ന് കരഞ്ഞു അത്രേ, ഇവനത് കേട്ടുവെന്ന്. കേട്ടുവെന്നോ? എന്ത് കേട്ടുവെന്ന്? കരച്ചിലോ? അതിന് നീ എൻ്റെ മുന്നിൽ കരഞ്ഞില്ലല്ലോ രചന. പിന്നെ എങ്ങനെയാ രചന ഇവൻ കേൾക്കുന്നത്? അത് തന്നെയാണ് ഞാൻ ഇവനോടും പറഞ്ഞത്. ആദി പക്ഷേ സമ്മതിക്കുന്നില്ല. മമ്മി കരഞ്ഞു എന്നും പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദി ചോദിക്കുകയാണ്, ആരാണ്
ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ആരോ സീരിയസ് ആയി കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് ആകാശങ്ങളും പറയുന്നതായിട്ട് ഞാൻ കേട്ടായിരുന്നല്ലോ. ആരാണ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും സുമി പറയാണ്, ആ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. എടീ, നമ്മുടെ ആ കൂട്ടുകാരത്തി ആക്സിഡൻറ്റ് പറ്റി ICUയിൽ കിടക്കാണല്ലോ, അത് പറയുമായിരുന്നു. ശരിയാണ് സുമി, നീ പറഞ്ഞപ്പോൾ അത് നാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ മോനെ. അമ്മയുടെയും അതേപോലെ തന്നെ സുമിയാൻ്റെയും കൂട്ടുകാരത്തിയെ ആക്സിഡൻറ്റ് പറ്റി ICUയിൽ കിടക്കുക. ആ കാര്യം സുമിയാൻ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോനെ. അതെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം വന്നു. അപ്പോൾ ആ ഒരു കരച്ചിലായിരിക്കും നീ കേട്ടത്. അപ്പോഴേക്ക് സുമിയാണെങ്കിൽ ഇപ്പം നിൻ്റെ മമ്മിക്ക് ഇപ്പം തന്നെ കാണാൻ പോകണമെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പം പോകണ്ട, ഇപ്പം പോയാലും ICUയിലല്ലേ, കാണാൻ സമ്മതിക്കില്ലല്ലോ, നാളെ രാവിലെ പോയാൽ മതിയെന്ന് പറഞ്ഞു. നാളെ രാവിലെ പോയാലും അവിടെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ, എന്നാലും ബന്ധുക്കളോട് വിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വരാമല്ലോ, അതാണല്ലോ നാട്ടു നടപ്പ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആദ്യം മോനെ നീ കേട്ടത് എന്നിങ്ങനെ പറയുക. ഇപ്പം ആദിയുടെ സംശയങ്ങളെല്ലാം തീർന്നല്ലോ, ശരി മമ്മി വെള്ളം എടുത്ത് തരാം എന്നും പറഞ്ഞുകൊണ്ട് മമ്മിയെ വെള്ളം എടുക്കാനായിട്ട് ഇങ്ങനെ ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദ്യം അതെല്ലാം തട്ടിപ്പറിച്ചിട്ട് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അത് ദേഷ്യപ്പെട്ട് ഇതിനകത്തേക്ക് കയറി പോവുകയാണ്. ഇവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ തോന്നിക്കണം. അതിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിപ്പിമോളെയാണ്. അപ്പോൾ ചിപ്പിമോളാണെങ്കിൽ ഉറക്കത്തിൽ കിടന്ന് പിച്ചുമ്പേയും കൈയും കാലിട്ട് നിലത്തിലടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടുകയാണ്. അപ്പോഴേക്കും ഈ നമ്മുടെ മഞ്ജിമ ഓടി വന്നിട്ട് അമ്മേ ചിപ്പിമോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അമ്മേ, അവൾ ആകെ പ്രശ്നത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശ്രീയെ വിളിച്ച് കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല, ആകെ പ്രശ്നമാണ് എന്നിങ്ങനെ സംസാരിക്കണം. അയ്യോ എൻ്റെ ദൈവമേ, എന്താണ് എൻ്റെ കുഞ്ഞിനെ പറ്റിയത്, ഞാൻ എന്തെല്ലാം സഹിക്കേണ്ടി വരും എൻ്റെ പഴനിയാണ്ടവനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തള്ളയാണെങ്കിൽ നെഞ്ചത്ത് കൈയടിച്ച് ഇങ്ങനെ കരയാണ്. അമ്മ ഇങ്ങനെ കരഞ്ഞു നിന്നിട്ട് കാര്യമില്ല, എനിക്ക് അമ്മ ഇഷിതയെ വിളിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ല ചിപ്പിമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പേടി ആകുന്നു, അമ്മ ഒന്ന് വന്ന് നോക്കിയേ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ തള്ളയാണെങ്കിൽ പോയി നോക്കാനൊന്നും തയ്യാറാകുന്നില്ല. അപ്പോഴേക്കും വിളിക്കമ്മേ, അമ്മ ഇങ്ങനെ ദൈവത്തെ വിളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അമ്മ ഇഷിതയെ വിളിക്കുക. അങ്ങനെ മഞ്ജിമ ഫോൺ എടുത്തുകൊണ്ട് വന്ന് നേരെ ഈ തളയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അമ്മ വിളിക്കുക. അങ്ങനെ ഇഷിതയെ ഫോൺ വിളിക്കുകയാണ്. ഇഷിതയാണെങ്കിൽ ഈ സമയം ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. മഹേഷിന് എന്ത് സംഭവിക്കും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് ടെൻഷൻ ഇഷിതയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് കോള് വരുന്ന ശബ്ദം കിട്ടുമ്പോഴേക്കും അച്ഛാ ആരാ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും സ്വപ്നമാണോ മോളെ, എന്ത് പറയാനാ അച്ഛാ, എന്തായാലും നീ എടുത്തിട്ട് നീ സംസാരിക്കുക. അങ്ങനെ ഇഷിത കോൾ എടുക്കുകയാണ്. കോൾ എടുത്തിട്ട് ഹലോ അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ അമ്മയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊത്തിപ്പിടിക്കണം, മഞ്ജിമേ എനിക്ക് സംസാരിക്കാനുള്ള ഒരു ത്രാണിയില്ല, നീ ഏതായാലും സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. അപ്പോൾ അത് പിന്നെ ഇഷിത വലിയ പ്രശ്നമാണ് ഇഷിത എന്ന് പറയുകയാണ്. എന്താ മഞ്ജിമേച്ചി, എന്താ പ്രശ്നം, അവിടെ എന്താ പ്രശ്നം ഉണ്ടായത് പറ. ഇവിടെ ചിപ്പി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. നിങ്ങൾ രണ്ടുപേരും കാണാത്തതിൻ്റെ ഒരു അവസ്ഥയിൽ അവൾ വല്ലാത്തൊരു വിറയിലും ഇതായിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരു പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. എനിക്ക് അമ്മയെയും ഡാഡിയെയും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരച്ചിലാണ്. ഒരു കണക്കിന് ഞങ്ങൾക്ക് സമാധാനിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല ഇഷിത. എന്നിട്ട് ചിപ്പിമോൾ എവിടെയെന്നും ഇഷിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിമോള് ഇപ്പോൾ വിറങ്ങലിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കട്ടിൽ തന്നെ കിടക്കുകയാണ്. അവളെങ്ങനെ ഉണർത്തണമെന്ന് പോലും അറിയില്ല. അവൾ ബോധരഹിതയായിട്ട് കിടക്കുകയാണ്. കാരണം അവളെ ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, പക്ഷേ അവളുടെ ശരീരം കിടന്ന് വിറയ്ക്കുകയല്ലാതെ ഞാൻ വിളിക്കുന്ന വിളിയൊന്നും അവൾ കേൾക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ പേടിച്ച് വിറച്ച് പോവുകയാണ്. മഞ്ജിമേച്ചി ഞാനിപ്പോൾ എന്താ പറയേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് വരാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ രാമനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് നമ്മുടെ ഇഷിത. ദൈവമേ എന്ത് ചെയ്യും ഇനി മോളെ ഇഷിത, ഇനി ഇവിടെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല ഇഷിത, നമുക്ക് ചിപ്പിയെയും വേണം മഹേഷിനെയും വേണം. മഹേഷിനെ കാണാത്തതിൻ്റെ പേരിലാണ് ചിപ്പി ഭയങ്കര ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് മോളെ നീ അങ്ങോട്ട് പോയേ മതിയാവുള്ളൂ. നീ അങ്ങോട്ട് പോയി അവളെ ആശ്വസിപ്പിക്കണം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അപ്പോൾ നമ്മുടെ മഹേഷിനെ കാണിക്കണം. മഹേഷിന്
ഇപ്പോഴും ബോധമൊന്നും വീണിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് മഹേഷ് ഇങ്ങനെ കിടക്കുന്നത്. ഇഷിതയ്ക്കാണെങ്കിൽ അവിടുന്ന് പോകാനും തോന്നില്ല. അങ്ങനെ ഇഷിത മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തളർന്ന് വീഴുന്ന ഒരു മട്ടിലായി പോവുകയാണ്. അങ്ങനെ നമ്മുടെ രാമൻ ഇഷിതയെ താങ്ങി പിടിക്കുകയാണ്. മോളെ, നീ വീഴരുത്, ഞങ്ങൾക്ക് ശക്തിയും ബലവും തരാനുള്ള നീയാണ്. അതുകൊണ്ട് തന്നെ നീ വീണു പോയാൽ ഞങ്ങളെല്ലാവരും വീണു പോകും മോളെ. അതുകൊണ്ട് നീ വീട്ടിലേക്ക് ചെല്ല്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നീ ചിപ്പിയെ ആശ്വാസപ്പെടുത്ത്. എന്നിട്ട് മഹേഷ് വരുമെന്ന് അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കണം മോളെ. നീ മാത്രമേ ഉള്ളൂ മോളെ. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിതയിരുന്ന് ഭയങ്കരേറെ കരച്ചിലിൻ്റെ അങ്ങേയപ്പുറത്തെ കരച്ചിലാണ്. ഈ സമയം നമ്മുടെ ഈ രചനയും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, നാളെ വാർത്ത കേൾക്കുന്നത് മഹേഷ് കണ്ണു തുറന്നെന്നായിരിക്കണം. എല്ലാവരും പറയുന്നത് മഹേഷ് മരണത്തിലേക്ക് പോകുന്നുവെന്നാണ്. നാളെ രാവിലെ വെളുപ്പിക്കില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകരുത് ദൈവമേ. ഞാൻ കേൾക്കാൻ പോകുന്ന വാർത്ത മഹേഷ് കണ്ണ് തുറന്ന് എന്നാകണം ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ഈ രചനയും പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.